തിരുവനന്തപുരം നെയ്യാറ്റിൻകര സബ് ജയിലിന് മുന്നിൽ നിന്ന് ചാടിപ്പോയ പ്രതി പിടിയിൽ. മോഷണക്കേസ് പ്രതിയായ താജുദ്ദീനാണ് പിടിയിലായത്. ഇന്നലെയാണ് ഇയാൾ കടന്നു കളഞ്ഞത്. ഗോപാൽ ശീലാസനൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോപാൽ, ഇന്നലെയാണ് ഇയാൾ ജയിലിൽ നിന്ന് ചാടിപ്പോയത് എന്ന് മനസ്സിലാക്കുന്നു. എപ്പോൾ, എവിടെ നിന്ന്, എങ്ങനെയാണ് ഇയാളെ പിടികൂടിയത്? നമ്മുടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ നെയ്യാറ്റിൻകര സബ് ജയിലിന് മുന്നിൽ നിന്നാണ് മോഷണക്കേസിലെ പ്രതിയായിട്ടുള്ള താജുദ്ദീൻ ചാടിപ്പോയത്. നെയ്യാറ്റിൻകര സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യുന്നതിനായി വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവരുന്നതിനിടെയാണ് ഇയാൾ ഇത്തരത്തിൽ പോലീസിനെ ആക്രമിച്ച ശേഷം കടന്നു കളയുന്നത്. ഇത് പോലീസ് വിശദീകരിക്കുന്നത് ഈ ജയിലിലേക്ക് കയറ്റുന്നതിന് മുൻപായി രണ്ട് പ്രതികളെ ഒരു വിലങ്ങിലായിട്ടായിരുന്നു കൊണ്ടുവരുന്നിരുന്നത്. ഇവരെ അകത്തേക്ക് കയറ്റുന്നതിന് മുമ്പായി പോലീസ് ഇയാളെ വിലങ്ങഴിച്ചു. തുടർന്ന് പോലീസിനെ തള്ളിമാറ്റി സമീപത്തുള്ള ഒരു വീട്ടിന്റെ മതിൽ ചാടിയാണ് ഓടുകയായിരുന്നു. തുടർന്ന് പല സ്കോഡുകളായി തിരിഞ്ഞുകൊണ്ട് നെയ്യാറ്റിൻകരയിലെ ചെമ്പരത്തിവിള, മഴുതൂർ എന്നീ പ്രദേശങ്ങളിൽ വീഴുന്ന വിഴിഞ്ഞം പോലീസും നെയ്യാറ്റിൻകര പോലീസും നാട്ടുകാരും ചേർന്ന് വിശദമായ അന്വേഷണം നടത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ചെമ്പരത്തിവിള വീരചക്രം മേജർ മഹാവിഷ്ണു ക്ഷേത്രത്തിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന നിലയിൽ പ്രതിയെ കണ്ടെത്തുകയായിരുന്നു. ശേഷം പോലീസും നാട്ടുകാരും ചേർന്ന് ഏറെ സാഹസികമാണ് പോലീസിനെയും നാട്ടുകാരെ ആക്രമിക്കാനും അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനും ഒക്കെ പ്രതി ശ്രമിച്ചിരുന്നു. തുടർന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കും. ഇയാളെ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും എടുത്തുയർത്തി, ഗേറ്റിന് മുകളിൽ നിന്ന് എടുത്തുയർത്തി വളരെ സാഹസികമായ നാടകീയമായൊക്കെയാണ് ഇയാളെ വീണ്ടും പിടികൂടുന്നത്. ശേഷം ഇയാളെ വീണ്ടും വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. കത്തിൽ നിന്ന് ചാടിപ്പോയത് അടക്കമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്ത് ഇയാളെ ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യുമെന്ന് മനസ്സിലാക്കുന്നത്. ശരി ഗോപാൽ.